Hi dears, it's me Adarsh from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ, ഇന്ന് ഒരു 4 മാർക്കായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ അല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാചീന കാലഘട്ടത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും 4 മാർക്കൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യം പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയാലോ. അതായത് കല്ലിൽ നിന്ന് നമുക്ക് 4 മാർക്ക് കിട്ടും കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ കാലത്ത് കല്ലായിരുന്നു അല്ലേ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ ആയുധങ്ങളായിട്ട് ടൂളായിട്ട് യൂസ് ചെയ്ത കല്ലായിരുന്നു. അപ്പൊ കല്ലിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അല്ലെ, പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അവർ അത് യൂസ് ചെയ്തത് പല രീതിയിലാണ്. അതിന് 3 തരത്തിലുള്ള ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ, 3 തരത്തിലുള്ള ഘട്ടങ്ങൾ കാണാൻ പറ്റും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമതായിട്ട് നോക്കുക, യൂട്ടിലൈസേഷൻ എന്നാണ് ഒന്നാമത്തെ ഇതിന്റെ പേര് അല്ലെ, യൂട്ടിലൈസേഷൻ അല്ലെ, യൂട്ടിലൈസേഷൻ അതായത് പ്രയോജനപ്പെടുത്തൽ എന്നൊക്കെ പറയും. രണ്ടാമതായിട്ട് ഫാഷനിങ് ആണ്, രൂപമാറ്റം വരുത്തലാണ്. മൂന്നാമതായിട്ട് എന്താ, സ്റ്റാൻഡേർഡൈസേഷൻ ആണ്, ക്രമവൽക്കരണമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഭാഗം അതായത് പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞ ഭാഗം എന്താ, അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട്, അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നൊക്കെ നേരിട്ട് കിട്ടുന്ന കല്ലുകളില്ലേ, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അതായത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, യൂട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറയുക കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നും അതിന് വരുന്നില്ല, നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കല്ലായിട്ട് ഇന്ന് ആയുധമായിട്ട് യൂസ് ചെയ്യാണ്. ഓക്കെ, രണ്ടാമത്തെ ഫാഷനിങ് ആണ്. അതായത് ലഭ്യമായ കല്ലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്നു. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന് ചെറുങ്ങനെ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഫാഷനിങ് എന്ന് പറയുക. അതേസമയം സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയാൻ കുറച്ചുകൂടി നമ്മൾ എന്തായി, നമ്മൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. അവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന ജോലിക്ക് അല്ലെങ്കിൽ പ്രത്യേകതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ തുടങ്ങി, അവിടെ നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ. അതായത് ഒരു ടൂൾ എടുത്ത, ഒരു സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ ഇന്ന ആവശ്യത്തിനാണ് വേണ്ടത്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് എന്ത് ചെയ്യും, അത് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ രീതിയിലാണ് എന്ത് വരിക, സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ക്രമവൽക്കരണം വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചാൽ മക്കൾക്ക് എന്താണ്, ഒരു 4 മാർക്കിനുള്ള ചോദ്യം എളുപ്പത്തിൽ മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.